ഹലോ, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്ത സമസ്തയുടെ 100-ാം വാർഷികം, അതിൻ്റെ ക്യാമ്പാണ് ഈ കാണുന്നത്. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയ ഈ പരിപാടി നമ്മളെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയും അവിടെ നിന്നും തുടങ്ങി മാഷാ അല്ലാ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ജനലക്ഷങ്ങളാണ് ഇവിടെ തങ്ങളുടെ വിളി കേട്ട് ഒഴുകിയെത്തിയത്. ഒരു നിരീശ്വരവാദി സംസാരിച്ചുകൊണ്ടിരിക്കെ അലി റളിയല്ലാഹു അൻഹു ആ നിരീശ്വരവാദിയോട് പറഞ്ഞൊരു വാക്യമുണ്ട്: ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ പരലോക വിശ്വാസിയാണല്ലോ, ഞാൻ മരണാനന്തരം രക്ഷപ്പെടും, നീ മരണാനന്തരം നഷ്ടത്തിലാവുകയും ചെയ്യും. ഇനി അതല്ല, നീ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാനും മരണാനന്തരം മണ്ണാകും, നീയും മരണാനന്തരം മണ്ണാകും. അതായത് എന്റെ വിശ്വാസപ്രകാരം ഒന്നുകിൽ ലാഭമാണ്, അല്ലെങ്കിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. നിന്റെ വിശ്വാസപ്രകാരമോ ഒന്നുകിൽ നഷ്ടമാണ്, അല്ലെങ്കിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. ഏറ്റവും മിനിമം എന്തിനാണ് മതവിശ്വാസം, പരലോകവിശ്വാസം എന്ന് ചോദിച്ചാൽ അതിന്റെ മിനിമം ഒരു വിശദീകരണമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംശയത്തിന്റെയോ സന്ദേഹത്തിന്റെയോ പുറത്തുള്ള വിശ്വാസമെങ്കിൽ കൂടിയും വിശ്വാസത്തിന് പുറത്തുള്ള നാസ്തിക നിരീക്ഷണ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ അയുക്തികത ബോധ്യപ്പെടുത്താൻ നഹ്ജുൽ ബലാഗയിൽ ഉദ്ധരണി കോട്ട് ചെയ്തു എന്നേയുള്ളൂ. നിങ്ങൾ ഡിസ്പ്ലേ നോക്കിയാൽ ഇപ്പോ സ്വാഗതം എന്ന് പറയുന്ന വാക്ക് കാണാം. നിരീശ്വരവാദികൾ നമ്മൾ പൊതുവായി അംഗീകരിക്കുന്ന ഫിലോസഫിയിലെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഉപകാരമുള്ളതിനെ മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് നാസ്തികതയുടെ അടിസ്ഥാന സിദ്ധാന്തം. അത് വെച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ പാസ്കൽ ചിന്തകനാണ് അദ്ദേഹത്തിന്റെ പന്ത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഹമ്മദ് നീരാജിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തോട് ഈ പ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. എന്താ ചോദ്യം? ഒരു നിരീശ്വരവാദി ആഫ്രിക്കൻ പണ്ഡിതനായ അഹമ്മദ് നീരാജിനോട് ചോദിച്ചു, How would you feel if you died and discovered that hereafter was a lie? മരണാനന്തര ജീവിതം വ്യാജമായിരുന്നു, മിഥ്യയായിരുന്നു എന്ന് നിങ്ങൾക്ക് മരിച്ചെന്നാൽ മനസ്സിലായാൽ എന്താകും അവസ്ഥ? നിങ്ങൾ ഐഹിക ജീവിതത്തിലെ ഏതാണ്ട് എല്ലാ ആസക്തികളെയും ആസ്വാദനങ്ങളെയും ഒഴിവാക്കിയതാണ് പരലോക ചിന്തയാൽ. പക്ഷെ മരിച്ചു ചെന്നപ്പോ അത് മിഥ്യയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ എന്താകും സ്ഥിതി? അതിന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ പാറ്റേണിൽ അഹ്മദ് ഇലാഹ് മറുപടി കൊടുത്തു: Not worse than when you die and discover that the hereafter is truth.